അരുണാചൽ പ്രദേശിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് ബന്ധം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. മരിച്ച കോട്ടയം സ്വദേശി നവീനാണ് ഭാര്യ ദേവികയെയും സുഹൃത്ത് ആര്യയെയും ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനത്തിലാക്കിയതെന്ന് പോലീസിന്റെ നിഗമനം. മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതേസമയം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലേക്ക് എത്തിക്കും. കോട്ടയം സ്വദേശി നവീൻ, തിരുവനന്തപുരം സ്വദേശിനി ഭാര്യ ദേവികയുടെ സുഹൃത്ത് ആര്യ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീനിന്റെയും ദേവികയുടെയും പ്രണയ വിവാഹമായിരുന്നു. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളൊന്നുമുള്ളതായി ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അറിയില്ല. സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ ആര്യയെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും. ഇവർ എന്തിന് ആത്മഹത്യ ചെയ്തുവെന്നതിലാണ് ദുരൂഹത. ശരീരത്തിൽ മുറിവുകൾ വരുത്തി രക്തം വാർന്ന് മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വിചിത്രമായ രീതിയിലുള്ള ആത്മഹത്യയെന്ന അന്വേഷണമാണ് ബ്ലാക്ക് മാജിക്കിലേക്ക് എത്തിയത്. നവീൻ ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനത്തിലായിരുന്നു എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വിനോദയാത്രയ്ക്കെന്ന് പറഞ്ഞു പോയവർ തിരുവനന്തപുരത്തെത്തി തങ്ങിയ ശേഷമാണ് ആസാമിലേക്കും അവിടെ നിന്ന് അരുണാചലിലേക്കും പോയതെന്നാണ് കരുതുന്നത്. അതു സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരണം. നവീനിന്റെ ഫോൺ കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന ആരംഭിച്ചു. വട്ടിയൂർക്കാവ് പോലീസ് ഇറ്റാനഗറിലെത്തിയിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കി ഇന്നു തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.